കഴിഞ്ഞ കുറച്ചധികം നാളുകളായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളം ഒരുപാട് അതിൽ മാത്രമായി ചർച്ചകൾ ഒതുങ്ങുകയും അതിൽ മാത്രം ഒതുക്കാനുള്ള ധാരാളമായ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അത് ആ വിഷയം ലൈംലൈറ്റിൽ നിൽക്കുകയും സോഫ്റ്റ് പോൺ കോണ്ടന്റുകൾ ആളുകൾക്ക് ഒരു ജനകീയ വിഷയമായതുകൊണ്ട് തന്നെ അതിൽ സംസാരിച്ചോളും. അതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തേക്കാം, ഈ നാട്ടിലെ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല, ജനവിരുദ്ധമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല എന്ന് കഴിഞ്ഞ കുറെ നാളുകളിൽ ഒരു അജണ്ട അത് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഒക്കെ നടന്നു പോകവേ പക്ഷെ നമ്മൾ അധികം സംസാരിക്കാതെ പോയ ഒരു പക്ഷേ മാധ്യമങ്ങൾ അത് സ്വയം വിമർശനപരമായി എടുത്തുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന നിരവധി വിഷയങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പറയാം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് 108 ആംബുലൻസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പദ്ധതിയിൽ 250 കോടിയിൽ പരം രൂപയുടെ കമ്മീഷൻ തട്ടിപ്പ് നടന്നതായി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല അതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ആരോപിച്ച് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പലിന്റെയും ഒക്കെ പുറകെ പോയ വാർത്താ മാധ്യമങ്ങൾ ഈ വിഷയം കണ്ടില്ല എന്ന് നടിച്ചു. 2019-2024 കാലഘട്ടത്തിൽ മന്ത്രിസഭയുടെ പ്രത്യേക അനുമതിയോടെ 517 കോടി രൂപയ്ക്കാണ് 315 ആംബുലൻസുകളുടെ നടത്തിപ്പ് 5 വർഷത്തേക്ക് സെക്കന്ദരാബാദ് ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനിക്ക് നൽകുന്നത്. പിന്നീട് ഒരു ആംബുലൻസ് കൂടി ചേർത്ത് 316 ആക്കി. എന്നാൽ ഇത്തവണ 2025-2030 കാലഘട്ടത്തിലേക്ക് 335 ആംബുലൻസുകളുടെ നടത്തിപ്പിന് ഇതേ കമ്പനി ടെൻഡർ ചെയ്തിരിക്കുന്നത് കേവലം 293 കോടി രൂപ മാത്രമാണ്. ചെലവ് വർദ്ധിച്ചിട്ടും, അതായത് നമുക്കറിയാം ഓരോ വർഷവും ചെലവ് വർദ്ധിക്കുന്നുണ്ട്. ഇത്രയും അധികം ചെലവ് വർദ്ധിച്ചിട്ടും കഴിഞ്ഞ തവണത്തേതിന്റെ പാതി തുകയിലാണ് കൂടുതൽ ആംബുലൻസുകൾ ഓടിക്കാൻ കമ്പനിക്ക് കഴിയുന്ന സാഹചര്യമുള്ളത്. വലിയൊരു അഴിമതിയാണിപ്പോൾ. 2019 പ്രത്യേക മന്ത്രിസഭാ അനുമതിയുടെ കമ്മീഷൻ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് എന്തായാലും വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. മുഖ്യമന്ത്രിക്കും അന്നത്തെ ആരോഗ്യമന്ത്രിക്കും ഈ ഇടപാടിൽ പങ്കുണ്ട്. നമുക്കറിയാം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കെടുകാര്യസ്ഥതയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അങ്ങേയറ്റം ഭീകരമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് SFIയുടെ സമരം വരുന്നത്, കേരള സർവകലാശാല ആക്രമിക്കപ്പെടുന്നത്, അത് തുടർച്ചയായി സമരങ്ങൾ വരുന്നത്, അതിൽ ഭാരതമാതാ വിവാദവും ഗവർണറും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ വിവാദങ്ങൾ, അതായത് അടിസ്ഥാനപരമായ ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥതയെ ആ ചർച്ചകളെ തന്നെ മാറ്റിക്കളഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസ് ടെൻഡർ കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ അഴിമതി, അതായത് ഏകദേശം 250 കോടി രൂപയുടെ അഴിമതി ആരോപണം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പങ്കുണ്ട് എന്ന് വ്യക്തമാണ്. ഇത് സംബന്ധിച്ച രേഖകൾ രമേശ് ചെന്നിത്തല പുറത്തുവിടുകയും ചെയ്തു. പക്ഷേ ഇതിൽ ഒരാൾ പോലും സംസാരിച്ചിട്ടില്ല എന്നതാണ് സത്യം. തീവെട്ടിക്കൊള്ളയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നത്. സെക്കന്ദരാബാദ് ആസ്ഥാനമായ GVK EMRI എന്ന കമ്പനിക്കാണ് 2019 എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി 2 ഇരട്ടി തുകയ്ക്ക് ക്യാബിനറ്റിന്റെ പ്രത്യേക അനുമതിയോടെ കരാർ നൽകുന്നത്. ബഹുരാഷ്ട്ര ഗ്രൂപ്പായ GVK ഗ്രൂപ്പിന്റെ ഭാഗമാണ് GVK EMRI. ആദ്യം ടെൻഡർ നൽകിയ 2 കമ്പനികൾ ഒന്നിനെ അയോഗ്യമാക്കിയ ശേഷം ആ ടെൻഡർ തന്നെ റദ്ദാക്കുകയായിരുന്നു. രണ്ടാമത് നടപ്പിലാക്കിയ ടെൻഡറിൽ ഇവർ മാത്രമാണ് പങ്കെടുത്തത്. എന്നിട്ടും അവരുടെ ടെൻഡർ അംഗീകരിക്കാൻ പ്രത്യേക ക്യാബിനറ്റ് നടപടി എടുത്തു എന്നിടത്താണ് ഈ അഴിമതി കിടക്കുന്നത്. 2019 ആംബുലൻസ് നടത്തിപ്പിന് ടെൻഡർ കൊടുത്ത GVK EMRI രേഖപ്പെടുത്തിയ തുക യാതൊരു സ്ക്രൂട്ടിനിയും കൂടാതെ ക്യാബിനറ്റിന് മുൻപാകെ വെച്ച് പ്രത്യേക അനുമതി നൽകുകയായിരുന്നു. ടെൻഡർ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഈ പ്രത്യേക അനുമതിയും നൽകിയത്. അതായത് 250 കോടി രൂപയുടെ ഖജനാവിൽ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് അതിന്റെ ലാഭം മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും അനുഗ്രഹാശസ്സുകളോടുകൂടി തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന വലിയ വാർത്ത അത് കേരളം ചർച്ച ചെയ്തില്ല. രണ്ടാമത്, ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യം ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങളുടെ കരടിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി എന്നുള്ളതാണ്. ഭൂപതിവ് നിയമ ഭേദഗതിയിൽ പ്രധാനമായും 2 ചട്ടങ്ങളാണ് പ്രാബല്യത്തിൽ വന്നത്. ഒന്ന്, കൃഷിക്കും വീട് നിർമ്മാണത്തിനുമായി പതിച്ചു നൽകിയ ഭൂമിയിൽ ഇതുവരെ വകമാറ്റിയുള്ള വിനിയോഗം ക്രമവൽക്കരിച്ച് നൽകുക, പതിച്ചു നൽകിയ ഭൂമിയിൽ ജീവനോപാധി ലക്ഷ്യമാക്കിയുള്ള വിനിയോഗത്തിന് അനുമതി നൽകുക എന്നിവയാണ്. ഇത് ആദ്യത്തെ ചട്ടം അനുസരിച്ച് സർക്കാർ ഭൂപതിവ് നിയമ ഭേദഗതി വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. 2024 ജൂൺ 7 വരെയുള്ള ചട്ടലംഘന നിർമ്മാണങ്ങൾ ഫീസ് ഈടാക്കി ക്രമവൽക്കരിച്ച് നൽകും. രണ്ടാമത്തെ ചട്ടം തുടർന്ന് പരിഗണിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. എന്നാൽ പട്ടയ ഭൂമിയുടെ സ്വതന്ത്ര വിനിയോഗം എന്ന കർഷകരുടെ ആവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. നോക്കൂ, ഇങ്ങനൊരു പ്രധാനപ്പെട്ട മലയോര കർഷകരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു നിയമത്തിൽ ഭേദഗതി വന്നിട്ടും അതിനെക്കുറിച്ചും ചർച്ചകളില്ല. ഇത് മാത്രമാണോ നമ്മൾ വിട്ടുപോയത്? ഓണക്കാലമാണ്, നിരവധി വിഷയങ്ങൾ ഈ നാട്ടിൽ സംസാരിക്കാനുണ്ട്. വിലക്കയറ്റമുണ്ട്, കിറ്റിലിന്റെ പേരിൽ നടത്തിയ അഴിമതികളുണ്ട്, സഞ്ചി ഉൾപ്പെടെയാണ്
കിറ്റിലെ വിഭവങ്ങൾ എണ്ണി വെക്കുന്നത്. ഇത് എല്ലാ ആളുകൾക്കും ഈ ഫ്രീബി സൗജന്യമായി കുറെ സാധനങ്ങൾ കൊടുത്ത് അവരെ തലോടി തഴുകി വിട്ടുകൊണ്ടിരുന്ന ഈ ഭരണവിരുദ്ധ വികാരങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി പ്രതിപക്ഷം ഇതൊക്കെ ആരോപിക്കാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു വലിയ വിഷയം കൂടി അവതരിപ്പിച്ചിരിക്കുന്നു. അതായത് നമ്മൾ അടിസ്ഥാനപരമായി കേരളം സംസ്ഥാനം ഏറ്റവും ഭീകരമായ സാമ്പത്തിക മാന്ദ്യത്തിലൂടെ നമ്മൾ കടമെടുത്താണ് ഓണം നടത്താനായിട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ല. എത്രയോ പ്രശ്നങ്ങളുണ്ട്. ഗോവിന്ദൻ മാസ്റ്ററിന്റെ മകനെതിരെ നിലനിൽക്കുന്ന ഹവാല ആരോപണം, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് എന്നിരിക്കെ അവയൊക്കെ തന്നെ കേവലം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഒതുങ്ങിപ്പോയി, അല്ലെങ്കിൽ ഒതുക്കി തീർത്തു. CPM-ന്റെ അങ്ങനെ ഒരു ജാർഗണിൽ പ്രധാനമായും VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വീണുപോയി എന്നിടത്താണ്. രമേശ് ചെന്നിത്തല നടത്തിയ വാർത്താ സമ്മേളനത്തിന് പോലും കോൺഗ്രസ്സുകാർ പരിഗണന കൊടുത്തില്ല എന്നിരിക്കുമ്പോൾ ആരാണ് ഇവിടെ വിജയിച്ചത്, ആരുടെ തന്ത്രമാണ് വിജയിച്ചത് എന്നുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമസ്കാരം.